ഹൈ ഗൈസ്, വെൽക്കം ബാക്ക്. ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ട്രേഡിങ്ങിലുള്ള ലൂസിങ് സ്ട്രീക്കിനെ പറ്റിയാണ്. ലൂസിങ് സ്ട്രീക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ നോർമലി നമ്മൾ സാറ്റർഡേ സൺഡേ എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. ഞാൻ പണ്ട് സാറ്റർഡേ സൺഡേ നല്ല രീതിയിൽ അനലൈസ് ചെയ്ത് മൺഡേ ട്രേഡ് എടുക്കാൻ വരും. മൺഡേ ട്രേഡ് എടുക്കുന്ന സമയത്ത് ചിലപ്പം ആദ്യത്തെ ദിവസം ലോസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. സോ ഫൈൻ, ഇറ്റ്സ് പാർട്ട് ഓഫ് ദ ബിസിനസ് എന്ന രീതിയിൽ നമ്മൾ കൺസിഡർ ചെയ്യും. രണ്ടാമത്തെ ദിവസവും ചിലപ്പം നഷ്ടമാണ് വരാം, ചിലപ്പോൾ മൂന്നാമത്തെ ദിവസം വീണ്ടും നഷ്ടം. അങ്ങനെ കണ്ടിന്യൂസ്ലി ലൂസിങ് ഡേയ്സ് വരുന്നതിനെയാണ് നമ്മളൊരു ലൂസിങ് സ്ട്രീക്ക്. ഓരോ സ്ട്രീക്കായിരിക്കും കണ്ടിന്യൂസ്ലി നമ്മൾ എങ്ങനെ ട്രേഡ് എടുത്താലും എത്ര അനലൈസ് ചെയ്താലും ചിലപ്പോൾ കണ്ടിന്യൂസ്ലി നഷ്ടങ്ങൾ വരും. അപ്പം ഈ പറയുന്ന ഈ ഒരു ലൂസിങ് സ്ട്രീക്ക് എല്ലാ ട്രേഡേഴ്സും, മാർക്കറ്റിലുള്ള സക്സസ്ഫുൾ ആയിട്ടുള്ള എല്ലാ ട്രേഡേഴ്സും എക്സ്പീരിയൻസ് ചെയ്തതാണ്. നിങ്ങളുടെ മെൻറ്റർ, നിങ്ങൾ ആരെയാണോ ഫോളോ ചെയ്യുന്നത് അവരോട് നിങ്ങൾ ചോദിച്ചാൽ മതി, അവരും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാകും. ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല എന്ന് പറയുന്ന ഒരാളാണെങ്കിൽ അതൊരു യഥാർത്ഥ ട്രേഡർ ആയിരിക്കില്ല, ട്രേഡിങ്ങിലെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളായിരിക്കില്ല, റൈറ്റ്? അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ലൂസിങ് സ്ട്രീക്ക് വരുന്ന സമയത്ത് നോർമൽ ട്രേഡേഴ്സ് ഞാൻ പണ്ട് എങ്ങനെയാണ് ബിഹേവ് ചെയ്തത്, ഇപ്പോൾ ഞാനൊരു സക്സസ്ഫുൾ ആയതിനു ശേഷം എങ്ങനെ ഞാൻ ഈ ഒരു ലൂസിങ് സ്ട്രീക്കിനെ കൺട്രോൾ ചെയ്യുന്നു, ഈ കാര്യമാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഒരു മസ്റ്റ് വാച്ച് വീഡിയോ ആണ്. പല ആൾക്കാരും ഇതൊന്നും ഡിസ്കസ് ചെയ്യാറില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ലൂസിങ് സ്ട്രീക്കിൽ ഇതൊരു കോമൺ ആണ്. ലൂസിങ് സ്ട്രീക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്തമാറ്റിക്കലി നമ്മൾ നോക്കുന്ന സമയത്ത് ഇത് കോമൺ ആണ്. അതായത് നമ്മുടെ കയ്യിലൊരു 60% അക്യുറസി ഉള്ള ഒരു സെറ്റപ്പ്, ഒരു സ്ട്രാറ്റജി ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെ 60% ആണെങ്കിൽ നമ്മളൊരു 10 ട്രേഡ് എടുക്കുന്ന സമയത്ത് അതിലൊരു 6 ട്രേഡ് പ്രോഫിറ്റും 4 ട്രേഡും നഷ്ടം വരാനുള്ള സാധ്യതയുണ്ട്, അല്ലേ? കോമൺ ആണ്. എത്ര നമ്മൾ 60% അക്യുറസി ആണെങ്കിൽ 4 ലോസ് വരാം, 80% അക്യുറസി ആണെങ്കിൽ 2 ലോസ് വരാം. അപ്പോൾ ഈ പറയുന്ന 4 ലോസുകൾ അത് എങ്ങനെയാണ് വരാനുള്ള സാധ്യത? ചിലപ്പം ആദ്യത്തെ ട്രേഡ് പ്രോഫിറ്റ്, പിന്നെ ലോസ്, പിന്നെ പ്രോഫിറ്റ്, പിന്നെ ലോസ്, പിന്നെ പ്രോഫിറ്റ് ഈ രീതിയിൽ വരാം. അല്ലെങ്കിൽ ഈ പറയുന്ന 4 ലോസ് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് വരാം. ഇതിനെയാണ് നമ്മൾ ലൂസിങ് സ്ട്രീക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ആസ് പെർ മാത്തമാറ്റിക്കലി, സ്റ്റാറ്റിസ്റ്റിക്കലി ഇത് കോമൺ ആണ്, എല്ലാവർക്കും വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഇപ്പം ഞാൻ സ്റ്റാർട്ടിങ്ങിൽ 2018-19 ചെയ്യുന്ന സമയത്ത് അന്ന് നമ്മൾ ചുമ്മാ ട്രേഡ് എടുക്കുന്ന ആളായിരുന്നു. പക്ഷേ അതിനുശേഷം ഒരു സെറ്റപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് ട്രേഡ് എടുക്കുന്ന സമയങ്ങളിലും സെയിം ഈ പറയുന്ന കാര്യങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ ആ ഒരു സമയത്ത് ഒരു ബിഗിനിങ് ലെവലിലുള്ള ഒരു ഇൻ്റർമീഡിയറ്റ് ട്രേഡർ എന്ന നിലയിൽ ലൂസിങ് സ്ട്രീക്ക് വരുന്ന സമയത്ത് എനിക്ക് സംഭവിച്ചു, അതായത് ഞാൻ ആദ്യത്തെ ട്രേഡ് ലോസ് വന്നു, ഓക്കെ ഫൈൻ, ഞാനത് വളരെ കോൺഫിഡൻറ്റോടെ അക്സെപ്റ്റ് ചെയ്തു. രണ്ടാമത്തെ ദിവസം നഷ്ടം വന്നു, ഫൈൻ, അതും ഞാൻ അക്സെപ്റ്റ് ചെയ്തു. പക്ഷേ മൂന്നാമത്തെ ദിവസം ലോസ് വരുന്ന സമയത്ത് ആസ് എ ബിഗിനർ ലെവൽ ഞാൻ മുൻപ് ചെയ്തുകൊണ്ടിരുന്നത് എൻ്റെ കോൺഫിഡൻസ് ആകെ കുറയും. ഞാൻ വിചാരിക്കുന്നത് എൻ്റെ സെറ്റപ്പ്, ഞാൻ യൂസ് ചെയ്യുന്ന സെറ്റപ്പ് പോരാ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു കാര്യം ചെയ്യാം, ന്യൂ ഇൻഡിക്കേറ്റർ, ഒരു പുതിയൊരു ഇൻഡിക്കേറ്റർ ട്രൈ ചെയ്യാം എന്ന രീതിയിൽ ഞാൻ പുതിയൊരു ഇൻഡിക്കേറ്റർ ആഡ് ചെയ്ത് നോക്കും. ആ ഒരു ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും, ഞാൻ മുൻപ് എടുത്തിരിക്കുന്ന നഷ്ടം വന്നിരിക്കുന്ന ദിവസങ്ങളിലെ ട്രേഡിൽ കറക്റ്റായിട്ട് അത് പറഞ്ഞിട്ടുണ്ടോ അവിടെ എൻട്രി എടുക്കരുതെന്ന്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, പുതിയ ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യും. ഞാൻ നോർമലി ചെയ്യുന്ന ഒരു കാര്യം. ഓക്കെ, പിന്നെ നഷ്ടം വരുന്ന സമയത്ത് നമ്മുടെ മൈൻഡ് സെറ്റിനെയാണ് ഡയറക്റ്റ്ലി ബാധിക്കുക, അല്ലേ? നമ്മളൊരു ലൂസറാണെന്ന് വിചാരിക്കും. നമുക്ക് എത്രയും പെട്ടെന്ന് ആ ഒരു നഷ്ടം വന്ന എമൗണ്ട് തിരിച്ചു പിടിക്കണം തരും. അപ്പോൾ ഒരു റിവഞ്ച് മോഡിലോട്ട് ഞാൻ പോകും, റിവഞ്ച് ട്രേഡിങ്ങിലോട്ട് പോകും. റിവഞ്ച് ട്രേഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം, റിവഞ്ച് എന്ന് ട്രേഡിങ്ങിൽ റിവഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഡേഞ്ചറസ് ആണ്. എങ്ങനെ നമ്മൾ ചെയ്താൽ പോലും അത് അറ്റ് ലാസ്റ്റ് നമ്മുടെ ക്യാപിറ്റൽ വാഷ് ഔട്ട് ചെയ്യും. അപ്പോൾ ആ ഒരു ഇമോഷൻ തന്നെ ഡേഞ്ചറാണ്. അപ്പോൾ ഞാൻ നോർമലി ചെയ്യുന്നത് റിവഞ്ച് ട്രേഡ് ചെയ്യും. റിവഞ്ച് ട്രേഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പൊസിഷൻ സൈസിങ് കൂട്ടും. പിന്നെ റാൻഡം എൻട്രികൾ, ഇമ്പൾസീവായിട്ടുള്ള ചുമ്മാ കയറി ഓരോ ക്യാൻഡലിലും എൻട്രി എടുക്കും. അങ്ങനെ വരുന്ന സമയത്ത് ഒരുപാട് നഷ്ടങ്ങൾ വരും. ഈ ലൂസിങ് സ്ട്രീക്ക് വലുതായിട്ട് വരും, കണ്ടിന്യൂസ്ലി വരും. ആ ഒരു ലൂസിങ് സ്ട്രീക്കിൽ തന്നെ എൻ്റെ ക്യാപിറ്റൽ വൈപ്പ് ഔട്ട് ചെയ്യും. ഓക്കെ, പിന്നെ സ്ട്രാറ്റജിയുടെ കാര്യം പറഞ്ഞു. പിന്നെ നമുക്ക് നോർമലി ഒരുപാട് കാര്യം ഇമോഷണലി ബാധിക്കും, റൈറ്റ്? നമ്മൾ ഈ ലൂസിങ് സ്ട്രീക്ക് വരുന്ന സമയത്ത് ഇമോഷണലി നല്ല രീതിയിൽ അത് ബാധിക്കും. നമ്മൾ പേടി വരും, അല്ലേ? പേടി, ഫിയർ, അതൊരു ഡേഞ്ചറാണ്. കാരണം നമ്മൾ പല ആൾക്കാർക്കും ഒരു പേടി ഇപ്പോഴും ഈ വീഡിയോ കാണുന്ന നിങ്ങൾ പല ആൾക്കാർക്കും ഒരു പേടിയുണ്ട്. അതായത് നല്ല ഓപ്പർച്യൂണിറ്റീസ് വരുന്ന സമയത്ത് എൻട്രി എടുക്കാനുള്ള പേടി. ആ ഒരു പേടി എന്ന് പറയുന്നത് മുൻപ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത ലൂസിങ് സ്ട്രീക്കിലോ അല്ലെങ്കിൽ വലിയ നഷ്ടങ്ങൾ വന്ന ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, ആ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് മാത്രമാണ് ഇപ്പോഴും നിങ്ങൾക്ക് നല്ല ഓപ്പർച്യൂണിറ്റീസ് വരുന്ന സമയങ്ങളിൽ
ട്രേഡ് എടുക്കാതിരിക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ പേടിച്ച് മാറുന്നത്. അതുകൂടാതെ നമ്മൾ ചെറിയ പ്രോഫിറ്റ് വരുന്ന സമയത്ത് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു ഡിസിഷൻ മേക്കിംഗ് കംപ്ലീറ്റ്ലി, ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്, ഒരു ബിഗിനിങ് സ്റ്റേജിൽ ഒരു ബിഗിനർ എന്ന നിലയിൽ ഞാൻ ലൂസിങ് സ്ട്രീക്ക് വരുന്ന സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത്. എസ്പെഷ്യലി സെറ്റപ്പ് ഇമ്മീഡിയറ്റ്ലി മാറ്റും, പുതിയ ഇൻഡിക്കേറ്റർ ആഡ് ചെയ്തിട്ട് വീണ്ടും ബാക്ക് ടെസ്റ്റ് ചെയ്യും, വീണ്ടും അതിൽ ട്രേഡ് എടുക്കും, അതിൽ ലൂസിങ് സ്ട്രീക്ക് വരും, വീണ്ടും ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, പിന്നെ ഇത് വരുന്ന സമയത്ത് നമ്മൾ കംപ്ലീറ്റ്ലി മാറും, നമ്മുടെ റിസ്ക് മാനേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ മാറി ഓവർ ട്രേഡിങ്, റിവഞ്ച് ട്രേഡിങ് കാര്യങ്ങളൊക്കെ ചെയ്യും. ഇതാണ് ഞാൻ നോർമലി മുൻപ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അത് എക്സ്പീരിയൻസ് ആയതിനു ശേഷം, മാർക്കറ്റിൽ നിന്ന് പ്രോഫിറ്റ് എടുക്കുന്നതിന് ശേഷം ഞാൻ കുറച്ചുകൂടി ഡിഫറെൻ്റ് രീതിയിലാണ് എൻ്റെ ലൂസിങ് സ്ട്രീക്കിനെ ഞാൻ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം ഞാൻ രണ്ട് രീതിയിൽ കൺസിഡർ ചെയ്യും. ഒന്ന്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം എനിക്ക് നഷ്ടങ്ങൾ വന്നു വിചാരിക്കുക, അതായത് കണ്ടിന്യൂസ്ലി ഒരു ലോസ് വന്നു, അത് ഫൈൻ, നമുക്ക് ഓക്കെ ആണ് എന്ന രീതിയിൽ കൺസിഡർ ചെയ്യും. രണ്ടാമത്തെ ലോസ് വന്നു, അതും ഫൈനാണ്. മൂന്നാമത്തെ നഷ്ടം വന്നും, അതും ഫൈനാണ്. അപ്പോൾ ഒരു 3 ലോസ് കണ്ടിന്യൂസ്ലി വരുന്ന സമയത്താണ് ഞാൻ നോർമലി ഇതൊരു ലൂസിങ് സ്ട്രീക്കിനുള്ള തുടക്കമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, ഒരു 3 ലോസ് കണ്ടിന്യൂസ്ലി വരുന്ന സമയത്ത്. അപ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യം, ഒന്ന് റിവ്യൂ ചെയ്യും. ഞാൻ രണ്ട് രീതിയിലാണ് റിവ്യൂ ചെയ്യുന്നത്. ഒന്ന്, നമ്മുടെ മാർക്കറ്റിൻ്റെ സെനാരിയോ എന്താണെന്ന് ഞാൻ നോക്കും. മാർക്കറ്റിൻ്റെ സെനാരിയോ, അല്ലെങ്കിൽ എന്താണ് പറയുക, മാർക്കറ്റിൻ്റെ ക്യാരക്ടർ, അല്ലെങ്കിൽ കറൻറ്റ് മാർക്കറ്റ് എന്താണെന്ന് നോക്കും മാർക്കറ്റ്. പിന്നെ ഒന്ന്, എൻ്റെ മൈൻഡ് സെറ്റ് ഞാൻ റിവ്യൂ ചെയ്യും. ഈ രണ്ട് കാര്യമാണ് ഞാൻ ചെയ്യുന്നത്. മൈൻഡ് സെറ്റും പിന്നെ മാർക്കറ്റിൻ്റെ ബിഹേവിയർ, ഈ രണ്ട് കാര്യമാണ് ചെയ്യുന്നത്. സോ മാർക്കറ്റിൻ്റെ ബിഹേവിയർ മീൻസ് മാർക്കറ്റിൽ എന്തെങ്കിലും തരത്തിലുള്ള ചേഞ്ചസ് വന്നിട്ടുണ്ടോ, അതായത് നമുക്കുണ്ടാകുന്ന നഷ്ടം ചിലപ്പോൾ ആസ് പെർ സെറ്റപ്പ് ആണെങ്കിലും കണ്ടിന്യൂസ്ലി 3 നഷ്ടം വരുന്ന സമയത്ത് മാർക്കറ്റിൽ സെനാരിയോ എന്തെങ്കിലും മാറിയിട്ടുണ്ടോ, മാർക്കറ്റിൻ്റെ വോളറ്റിലിറ്റി കുറഞ്ഞിട്ടുണ്ടോ, ഗ്ലോബൽ മാർക്കറ്റ് ട്രെൻഡിങ് ആണോ, ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഉണ്ടോ, അല്ലെങ്കിൽ മാർക്കറ്റ് സൈഡ്വേസ് മാർക്കറ്റ് ആയിരുന്നോ, അല്ലെങ്കിൽ ഓപ്ഷൻ ബൈങ്ങിന് പറ്റാത്ത മാർക്കറ്റ് ആയിരുന്നോ, നമ്മുടെ സെറ്റപ്പിന് പറ്റാത്ത മാർക്കറ്റ് ആയിരുന്നോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ഒന്ന് റിവ്യൂ ചെയ്യും. അപ്പോൾ മനസ്സിലാവും ചിലപ്പോൾ ചില സമയങ്ങൾ, അപ്പോൾ എല്ലാ സമയങ്ങളിലും അങ്ങനെയാണെന്നില്ല, ചില സമയങ്ങളിൽ ചിലപ്പോൾ മാർക്കറ്റിൻ്റെ ബിഹേവിയർ കൊണ്ട് നമ്മുടെ സെറ്റപ്പ് ചിലപ്പോൾ ആ ഒരു മാർക്കറ്റിന് ആ ഒരു ടൈപ്പ് ഓഫ് മാർക്കറ്റായിട്ടും മീറ്റ് ചെയ്യാൻ പറ്റാത്ത ദിവസങ്ങൾ വരും. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് നഷ്ടങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് കണ്ടിന്യൂസ്ലി. അപ്പോൾ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ നെക്സ്റ്റ് ഡേ ട്രേഡ് എടുക്കുന്നതിന് മുൻപ് കറക്റ്റ് രീതിയിൽ അനലൈസ് ചെയ്ത് ഏത് ടൈപ്പ് ഓഫ് മാർക്കറ്റാണെന്ന് മനസ്സിലാക്കി, ഞാൻ നോർമലി ചെയ്യുന്നത് മാർക്കറ്റ് ഇപ്പം അങ്ങനെയുള്ള ദിവസങ്ങൾ വരുന്ന സമയത്ത് ഞാൻ നെക്സ്റ്റ് 1-2 ദിവസം ട്രേഡ് എടുക്കാതിരിക്കും, ചെറിയൊരു ബ്രേക്ക് എടുക്കും. റൈറ്റ്, ചെറിയൊരു ബ്രേക്ക് എടുക്കും. ആൻഡ് പിന്നെ മാർക്കറ്റ് ബിഹേവിയറിൻ്റെ കാര്യം ഞാൻ നോക്കി. പിന്നെ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ നമ്മുടെ മൈൻഡ് സെറ്റ് കൊണ്ടും നമുക്ക് ലൂസിങ് സ്ട്രീക്ക് വരാം. അപ്പോൾ അവിടെ ഞാൻ ചോദിക്കും, നമ്മുടെ റൂള് ഫോളോ ചെയ്തിട്ടുണ്ടോ, എൻ്റെ റൂൾസ് ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ടോ, എൻ്റെ സെറ്റപ്പ് വാലിഡ് ആണോ, എൻ്റെ സെറ്റപ്പ് വാലിഡ് ആയിരുന്നോ, അല്ലെങ്കിൽ ഇമോഷണൽ ആയിട്ടുള്ള എൻട്രി ആണോ എടുത്തിരിക്കുന്നത്, ഈ കാര്യങ്ങൾ ഞാനൊന്ന് ചെക്ക് ചെയ്യും. അതായത് ഈ പറയുന്ന മൂന്ന് എക്സാമ്പിളാണ് പറയുന്നത്, 3 ദിവസം അല്ലെങ്കിൽ 4 ദിവസത്തിലെ ട്രേഡുകൾ നഷ്ടം വന്നതുകൊണ്ട് ഞാൻ ആ ഒരു 4 ദിവസവും കറക്റ്റായിട്ട് എൻ്റെ റൂൾ ഫോളോ ചെയ്തിരുന്നു, സെറ്റപ്പ് വാലിഡ് ആണോ, ഇമോഷണൽ ആണോ, ഈ കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്യും. ഇതൊക്കെ ഓക്കെ ആണെങ്കിൽ ഞാനത് വീണ്ടും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. വീണ്ടും നഷ്ടങ്ങൾ വരുവാണെങ്കിൽ, അതായത് ലൂസിങ് സ്ട്രീക്കിൻ്റെ ബിഗിനിങ് സ്റ്റേജിൽ തന്നെ ഞാനൊരു റിവ്യൂ നടത്തി, അത് കഴിഞ്ഞിട്ട് വീണ്ടും നഷ്ടങ്ങൾ വരുവാണെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ ഒരു ബ്രേക്ക് ആണ് എടുക്കുക. ഡെഫിനറ്റ്ലി. എങ്ങനെ ഒരു ലൂസിങ് സ്ട്രീക്ക് എനിക്ക് അവസാനമായിട്ട് വന്നിരിക്കുന്നത് ഒരു 2024 സംതിങ്ങിലാണ്. അതിനുശേഷം അങ്ങനെ കണ്ടിന്യൂസ്ലി നഷ്ടങ്ങൾ വന്ന ദിവസങ്ങൾ ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ ഒരു 2024 ഏകദേശം ഒരു 5 to 6 ട്രേഡ് കണ്ടിന്യൂസ്ലി നഷ്ടങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അതൊന്ന് മാർക്കറ്റിൻ്റെ ബിഹേവിയർ ചേഞ്ച് ചെയ്ത് കൊണ്ടായിരുന്നു. കാരണം ആ ഒരു സമയത്ത് വീക്ക്ലി ഓപ്ഷൻസ്, നമുക്കറിയാം എല്ലാ ഇൻഡെക്സിലും വീക്ക്ലി ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ വീക്ക്ലി ഓപ്ഷൻസ് ബാൻ ചെയ്ത സമയത്ത് മാർക്കറ്റിൽ ചെറിയ ചേഞ്ചസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് കണ്ടിന്യൂസ്ലി 6-7 ദിവസം എനിക്ക് കണ്ടിന്യൂസ്ലി നഷ്ടങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അത് ഒരു തരത്തിലും എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നു മാർക്കറ്റിൽ എന്താണ് ചേഞ്ചസ് എന്നുള്ളത്. അപ്പം അതാണ് ആ ഒരു സമയത്ത് ലാസ്റ്റ് 2024 ഉണ്ടായ ഒരു ലൂസിങ് സ്ട്രീക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ഞാനത് ഐഡൻറ്റിഫൈ ചെയ്യും. അതായത് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞിട്ട് എൻ്റെ ചെറിയ രീതിയിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്, അതായത് കറൻറ്റ് മാർക്കറ്റ് സെനാരിയോ നോക്കിയിട്ട് ചെറിയ രീതിയിൽ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു. സെറ്റപ്പ് ഒന്നും കൂടി അപ്ഡേറ്റ് ചെയ്തു. അതിനുശേഷമാണ് ഞാൻ പിന്നീട് അതിനുശേഷമുള്ള ട്രേഡിംഗ് ഒക്കെ ഞാൻ ആ ഒരു സെറ്റപ്പിലാണ് ട്രേഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് യൂട്യൂബ് വീഡിയോസ് നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ,
അപ്പോൾ ഇതാണ് ഞാൻ ചെയ്യുന്ന കാര്യം. ആൻഡ് അതിനുശേഷം ഒരു ബ്രേക്ക് എടുക്കും. കണ്ടിന്യൂസ് ഒന്ന് ബ്രേക്ക് എടുത്ത് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടോ 3 ദിവസം ബ്രേക്ക് കഴിഞ്ഞിട്ട് തിരിച്ച് വരും. ആൻഡ് ഈവൻ എനിക്ക് തോന്നുന്നു എല്ലാ പ്രൊഫഷണൽ ട്രേഡേഴ്സും, അതായത് എനിക്ക് അറിയാവുന്ന, ഞാൻ മീറ്റ് ചെയ്തിരിക്കുന്ന എൻ്റെ ഫ്രണ്ട്സ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഓൾറെഡി നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന കുറച്ച് പേര് എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അവരൊക്കെ ചെയ്യുന്ന കാര്യം, റിയൽ ട്രേഡേഴ്സാണ്, അവരൊക്കെ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രേക്ക് എടുക്കുക എന്നുള്ളതാണ്. ബ്രേക്ക് മീൻസ് ചിലപ്പോൾ ചില ആൾക്കാർക്ക് 1 വീക്ക് 2 വീക്കൊക്കെ ബ്രേക്ക് എടുക്കും. അവർ എത്രയാണോ പെർ ഡേ റിസ്ക് എടുക്കുന്നത്, ആ ഒരു റിസ്ക് എടുത്തിട്ട് അവരൊരു ഫാമിലി ട്രിപ്പോ കാര്യങ്ങളൊക്കെ പോകും. ഓക്കെ, അപ്പോൾ എല്ലാവരും, എനിക്കറിയാവുന്ന എല്ലാവരും ബ്രേക്ക് എടുക്കുകയാണ് നോർമലി ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കുറച്ചുകൂടി ഡിഫറെൻ്റ് ആണ്. ഞാൻ ആദ്യം മാർക്കറ്റിൻ്റെ ബിഹേവിയർ ഒന്ന് മനസ്സിലാക്കും, മാർക്കറ്റിൽ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ എന്ന് നോക്കും. അങ്ങനെയാണെങ്കിൽ അത് മനസ്സിലാക്കിയിട്ടായിരിക്കും ഞാൻ അതിന് നെക്സ്റ്റ് ട്രേഡും കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ നോർമലി ചെയ്യുന്ന കാര്യം. ഒന്ന് അപ്ഡേറ്റ് ചെയ്യും, പിന്നെ മെയിൻലി ബ്രേക്ക് എടുക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കും. പിന്നെ എപ്പോഴും ഒരു ലൂസിങ് സ്ട്രീക്ക് വന്നതുകൊണ്ട്, ഒരു കണ്ടിന്യൂസ്ലി 4-5 ലോസ് വന്നതുകൊണ്ട് ഒരിക്കലും നമ്മുടെ സെറ്റപ്പിനെ ഡൗട്ട് ചെയ്യാതിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള സ്ട്രാറ്റജീനെ ഡൗട്ട് ചെയ്യാതിരിക്കാം. ഒന്നാമത്തെ കാര്യം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സെറ്റപ്പിന് ആസ് പെർ മാത്തമാറ്റിക്കലി, നിങ്ങളൊരു സക്സസ്ഫുൾ ട്രേഡറിനോട് നിങ്ങൾ അവരുടെ ആക്യുറസി ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ പറയും 50% മുതൽ 60% വരെയാണ് ആക്യുറസി. അതിൽ കൂടുതൽ ആക്യുറസി എന്ന് പറഞ്ഞാൽ വളരെ റെയറാണ്. ലോങ് ടേമിൽ ഉണ്ടാകില്ല. ഷോർട്ട് ടേമിൽ ഓക്കെ, നമുക്ക് 100% ആക്യുറസി, മേ ബി ഷോർട്ട് ടേം മീൻസ് നമുക്കൊരു 3, 4, 5, 6 മാസം നമ്മൾ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ 80% ആക്യുറസിക്കുള്ള ആൾക്കാരുണ്ടാവും. പക്ഷേ ലോങ് ടേമിൽ വരുന്ന സമയങ്ങളിൽ നമുക്ക് ആ ഒരു ആക്യുറസി മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നോർമലി നിങ്ങൾ സക്സസ്ഫുൾ ട്രേഡേഴ്സ് ആയിട്ടുള്ള ഒരു ആവറേജ് ആൾക്കാരോട് ചോദിക്കുകയാണെങ്കിൽ 50% മുതൽ 60% വരെയാണ്. അപ്പം ഈ പറയുന്ന ആക്യുറസിയിൽ എന്ത് പോയാലും നമ്മളൊരു 500 ട്രേഡ് എടുക്കുകയാണെന്ന് വിചാരിക്കാം, 500 ട്രേഡ് എടുക്കാൻ വേണ്ടി ഫോർ മീ പേഴ്സണലി ഒരു 2 വർഷത്തോളം വേണമെന്ന് വിചാരിക്കാം. ഈ 500 ട്രേഡിൽ ആക്യുറസി 60% ആണെങ്കിൽ ഏകദേശം 200 ട്രേഡ്, അല്ലേ, എനിക്ക് തോന്നുന്നു 200 ട്രേഡുകളോളം നമുക്ക് നഷ്ടങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. റൈറ്റ്, 200 ട്രേഡുകളോളം. സോ ആ ഒരു 200 ട്രേഡുകളിൽ ചിലപ്പം, അല്ലേ, നമ്മൾ കണ്ടിന്യൂസ്ലി നഷ്ടം വരുന്ന ദിവസങ്ങളാണെന്നുണ്ടാവുള്ളൂ. അപ്പം ഈ കാര്യം നമ്മൾ ഓർത്തിരിക്കുക. നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കലി നോക്കുകയാണെങ്കിൽ ലൂസിങ് സ്ട്രീക്ക് നിങ്ങൾക്ക് പോസിബിൾ ആണ്. ഇന്നല്ലെങ്കിൽ നാളെ ഒരു ഫേസിൽ നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്തിരിക്കും. അപ്പം അങ്ങനെ വരുന്ന സമയങ്ങളിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്ന് സെറ്റപ്പിനെ ഡൗട്ട് ചെയ്യാതിരിക്കുക, എസ്പെഷ്യലി ഒരു ബ്രേക്ക് എടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് മാർക്കറ്റിനെ മനസ്സിലാക്കുക, മാർക്കറ്റ് ബിഹേവിയറിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ എന്നുള്ളത്. അങ്ങനെ ചേഞ്ചസ് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യാനും, അല്ലെങ്കിൽ നിങ്ങളുടെ സ്ട്രാറ്റജി ഒന്നുകൂടി അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. രണ്ടാമത്, നിങ്ങളുടെ ഇമോഷണൽ മൈൻഡ് സെറ്റിനാണ് പ്രശ്നമെങ്കിൽ, ചിലപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് റൂൾ ഫോളോ ചെയ്യാത്തതുകൊണ്ട്, കറക്റ്റായിട്ട് സിസ്റ്റം ഫോളോ ചെയ്തുകൊണ്ട് വരുന്ന ലൂസിങ് സ്ട്രീക്കുകളുണ്ട്. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ബ്രേക്ക് നിങ്ങൾ മനസ്സിലാക്കുക, ഇമോഷണലാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അത് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇതിനെല്ലാം ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബ്രേക്ക് എടുക്കുക എന്നുള്ളതാണ്. ഒരു 2-3 ഡേയ്സ് അല്ലെങ്കിൽ ഒരു 1 വീക്ക് ബ്രേക്ക് എടുക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഒന്ന് നിങ്ങളുടെ മൈൻഡ് സെറ്റ് റീസെറ്റ് ചെയ്ത്, നിങ്ങളുടെ ബ്രെയിൻ റീസെറ്റ് ചെയ്ത് വീണ്ടും നിങ്ങൾക്ക് ആ ഒരു വിന്നിങ് സ്ട്രീക്കിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പം ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. പിന്നെ എസ്പെഷ്യലി നിങ്ങൾ പറയുന്ന ഒരു 4-5 ലോസ് വരുന്നതിന് ശേഷം നിങ്ങൾക്ക് സെൽഫ് ഡൗട്ട് വന്ന് നിങ്ങൾ ഓവർ ട്രേഡിങ്, റിവഞ്ച് ട്രേഡിങ് ഇതൊന്നും ചെയ്യാതിരിക്കുക. ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ട് പ്രത്യേകിച്ച് നിങ്ങൾക്കൊന്നും ഗുണമൊന്നും ഉണ്ടായിരുന്ന, ഞാനൊക്കെ ഒരുപാട് ഇതൊക്കെ ചെയ്ത് വന്ന ഒരാളാണ്. ഒരുപാട് തവണ അക്കൗണ്ട് വൈപ്പ് ഔട്ട് ചെയ്ത് വന്ന ഒരാളാണ്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസിലാണ് പറയുന്നത്, നിങ്ങൾക്ക് ഒരു 4-5 ലൂസിങ് സ്ട്രീക്ക് വരുന്ന സമയത്ത് പൊസിഷൻ സൈസ് കൂട്ടാനും വലിയ ക്വാണ്ടിറ്റി എടുത്ത് ചെയ്യാതിരിക്കാനും ശ്രമിക്കാം. അത് പാർട്ട് ഓഫ് ദ ബിസിനസ് ആണ്. നിങ്ങൾ നിങ്ങൾ എത്ര പ്രോഫിറ്റ് എടുത്താലും ശരി, നിങ്ങൾ കണ്ടിന്യൂസ്ലി ഒരു 5-6 മാസം പ്രോഫിറ്റ് എടുത്താലും ശരി, അതിനുശേഷം നിങ്ങൾക്കൊരു ലൂസിങ് സ്ട്രീക്ക് വരും. അതങ്ങനെയാണ്, എല്ലാവരോടും നിങ്ങൾ ചോദിച്ചാൽ മനസ്സിലാവും. അപ്പോൾ ആ ഒരു ലൂസിങ് സ്ട്രീക്ക് വരുന്ന സമയത്ത് നിങ്ങൾ എങ്ങനെയാണ് പെരുമാറേണ്ടത്, നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ സിസ്റ്റം അപ്ഗ്രേഡ് ചെയ്യേണ്ടതെന്നാണ് ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഈ രീതിയിൽ നിങ്ങൾ ഞാൻ ഈ രീതിയിലാണ് ചെയ്യുന്നത്. അതിൻ്റെ റീസൺ ഞാൻ നോക്കും, അത് കഴിഞ്ഞിട്ട് ബ്രേക്ക് എടുക്കും. ഓക്കെ, സോ അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സോ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. സോ ബൈ ബൈ.